സിവിലിയൻസിൽ വരുന്നതിന് മുമ്പ് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ബുക്സ് വെച്ചിട്ടോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിൽ പിന്നെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ഓരോ മിസ്സുമാരും സാറുമാരും പറഞ്ഞു തന്നു. അത് വളരെ മനസ്സിൽ തൊട്ട് തന്നെ പറയുക. എല്ലാ മിസ്സുമാരാണെങ്കിലും നമ്മളിപ്പോൾ ഒന്ന് ഡൗൺ ആയി പോവുകയാണെങ്കിൽ അതെങ്ങനെ പഠിച്ച് നമുക്ക് സക്സസ് ആവാം എന്നുള്ള രീതിയിൽ ഓരോരുത്തരും നല്ലതായിരുന്നു. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 2017 പാസ് ഔട്ട് ആയിട്ട് ഇത്രയും ബ്രേക്ക് വന്നു. എക്സാംസ് 2022 തൊട്ടിട്ടാണ് എഴുതാൻ തുടങ്ങിയത്. അതും വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ എഴുതി തുടങ്ങിയത്. പക്ഷെ ഇവിടെ വന്നേ പിന്നെ എന്ത് പഠിക്കണം, എങ്ങനെ എക്സാം എഴുതണം എന്ന് ഓരോ സാറുമാരും പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ എന്താ പറയണ്ടേ, വളരെ നല്ല രീതിയിലാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്നത്. സുജി സാറിനെയൊക്കെ ആണെങ്കിൽ സുജി സാറിന്റെ ക്ലാസ്സിൽ പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും പക്ഷേ സാറിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ആ BC സാറ് പഠിപ്പിച്ച രീതിയെക്കുറിച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോൾ ശ്രുതി മിസ് ആണെങ്കിലും ജീവ മിസ് ആണെങ്കിലും ശ്രീകുട്ടി മിസ് ആണെങ്കിലും ഓരോ മിസ്സുകളാണെങ്കിലും പിന്നെ GT സബ്ജക്റ്റ് ഇച്ചിരി പൊതുവെ പഠിക്കാൻ ഇച്ചിരി പാടായിരുന്നെങ്കിലും അത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് GT സാറ് GT എടുത്തേ പിന്നാണ്. അതേപോലെ ഓരോ സബ്ജക്റ്റും RCC സ്റ്റീൽ എടുത്തെടുത്ത് പറയാനാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും പറയണം. എല്ലാ സബ്ജക്ട്സും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എല്ലാ സാറുമാരും എല്ലാ മിസ്സുമാരും പഠിപ്പിച്ചത്. പിന്നെ ഇവിടുന്ന് പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും എന്നാലും മിസ്സുമാർ തന്ന ധൈര്യത്തിലും സാറുമാർ തന്ന ധൈര്യത്തിലുമാണ് പോകുന്നത്.